ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനം. അപ്പോൾ 3 ലെയറിൽ അത് പ്രതിരോധിക്കാമെന്ന് പറയുന്നു. സർഫസ് ടു എയർ, അതുപോലെ ലേസർ ഉപയോഗിച്ചുള്ള പ്രതിരോധം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം നടത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തെ മുൻനിര രാഷ്ട്രങ്ങൾക്കൊപ്പം റഷ്യയുടെ S-500 അങ്ങനെയൊക്കെ എത്തി നമുക്ക് അവകാശപ്പെടാം. ഇല്ല, അത്രയും എത്തിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്ന് നമ്മൾ പഠിച്ച ചില പാഠങ്ങളുണ്ട്. അത് വളരെ വേഗം നടപ്പിലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ DRDOയുടെ സക്സസ്. ഇനി ഫ്യൂച്ചർ യുദ്ധങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ഡ്രോണാണ്. ഫൈറ്റർ ജെറ്റ്സിനേക്കാൾ കൂടുതൽ ഡ്രോണായിരിക്കും. ഈ ഡ്രോണുകളെ തടയുക എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അത് ചെയ്തു. പക്ഷേ പലപ്പോഴും നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ഫോഴ്സാണ് ഉപയോഗിച്ചത്. ഈ കൊതുകിനെ കൊല്ലാനായിട്ട് പീരങ്കി ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ചിലവ് കൂടിയ ഒരു സംഗതിയല്ലേ. അപ്പോൾ ചിലവ് കുറഞ്ഞ ഡ്രോണിനെ തകർക്കാൻ പറ്റിയൊരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ഡ്രോൺ ഓരോന്നായിട്ടൊന്നുമല്ല വരാറുള്ളത്. കടന്നൽ കൂട്ടം പോലെ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന ഏർപ്പാട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ തകർക്കാനൊക്കെ പറ്റും, ബട്ട് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് ഈസ്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ആവശ്യമാണ്. അതിൻ്റെ കൂടെ ഈ സർഫസ് ടു എയർ ചെറിയ മിസൈലുകൾ ഇതെല്ലാം ഒരുപോലെ തകർക്കുന്ന ഒരു സംവിധാനം അത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചു. ഞാനത് മുഖവിലേക്ക് തന്നെ എടുക്കുന്നു, DRDO പറഞ്ഞ കാര്യം. ബട്ട് ഇതിലൊക്കെ പതിയിരിക്കുന്ന വേറൊരു വലിയ അപകടമുണ്ട്. ഇപ്പോൾ നമ്മളുടെ നയാര എനർജി ഉണ്ടല്ലോ, അത് റഷ്യയ്ക്കും കൂടെ പങ്കാളിത്തമുള്ള ഓയിൽ റിഫൈനറിയാണ് ഗുജറാത്തിൽ. ഈ നയാരയെ അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. അവരുടെ നിന്ന് ഓയിലൊന്നും വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട. നെക്സ്റ്റ് ഡേ സംഭവിച്ചത് നയാര റിഫൈനറിയുടെ ഈ സോഫ്റ്റ്വെയർ മൊത്തം ഫ്രീസായി. അതായത് നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് അതങ്ങ് അമേരിക്ക ബ്ലോക്ക് ചെയ്തു 2 ദിവസത്തേക്ക്. 3-ാം ദിവസം അത് പിന്നെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നമൊക്കെ ആയിട്ടാണ് 3-ാം ദിവസം റീഇൻസ്റ്റേറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ MS ഓഫീസ് മൈക്രോസോഫ്റ്റ് ബ്ലോക്ക് ചെയ്തതിലൂടെ അമേരിക്ക നമുക്ക് തന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, വി ക്യാൻ ബ്ലോക്ക് യുവർ ഓപ്പറേഷൻസ് വിത്തൗട്ട് എനി വെപ്പൺ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ വെപ്പണൈസ് ചെയ്തിരിക്കുകയാണ്. അതാണ് അവരുടെ ആയുധം. നയാരയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, നയാരയ്ക്ക് ഒരു മെയിൽ അയക്കാൻ നിർവാഹമില്ല. പുറത്തല്ല, അകത്ത് തന്നെ അവരുടെ ലൂപ്പ് ഉണ്ടല്ലോ, ഇൻറ്റേർണൽ ലൂപ്പ്, അതിൽ മെയിൽ അയക്കാൻ പറ്റുന്നില്ല. മൈക്രോസോഫ്റ്റ് എക്സൽ ഫ്രീസായിരിക്കുന്നു. ക്ലൗഡ് അപ്രോച്ചില്ല. ക്ലൗഡിലാണ് എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത്. ചുരുക്കി പറഞ്ഞാൽ നയാരയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. നയാര എന്ന റിഫൈനറി വമ്പൻ പണക്കാരാണ്. അവരുടെ ഇത് കേരളത്തിൽ വരെ അവരുടെ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ട്. ആ നയാരയെ 2 ദിവസം ഫ്രീസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ഇതേ സോഫ്റ്റ്വെയർ ആണോ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നത്? സോഫ്റ്റ്വെയറിൻ്റെ മാനിപ്പുലേഷനിലൂടെ ഒരു രാഷ്ട്രത്തെ തന്നെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അമേരിക്ക നിർമ്മിച്ച ഇത്തരം സോഫ്റ്റ്വെയറുകൾ തന്നെയല്ലേ, ഗൂഗിൾ ഉൾപ്പെടെ? അമേരിക്കയുടെയും ചൈനയുടെയും. ഒരു റിട്ടയർഡ് ലഫ്റ്റനൻറ്റ് കേണൽ പവിത്രൻ രാജൻ, അദ്ദേഹം ഒരു സാങ്കല്പിക യുദ്ധം ഫ്യൂച്ചറിലെ അദ്ദേഹം വരച്ച് കാണിച്ചിരുന്നു. അതായത് ഒരു ദിവസം രാവിലെ അമൃത്സറിൽ കുറേ അധികം പേരുടെ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു. കാര്യം എന്താണെന്നറിയാമല്ലോ, അത് ചൈനീസ് മൊബൈൽ ഫോണുകളാണ്. ഇത് പൊട്ടിത്തെറിച്ച് ആകെ പരിഭ്രാന്തിയായി. ബട്ട് ഇത് അത്ര എണ്ണമൊന്നുമില്ല, ഒരു 50 പേരുടെയാണ് മൊത്തം. അപ്പോൾ അത് ടി വിയിലൊക്കെ വരുന്നു, ഇവിടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു, അവിടെ മൊബൈൽ ഫോൺ. ഇതെന്താ ഇത്? ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡിജിറ്റൽ വാച്ച് ഉണ്ടല്ലോ,
ഈ ഡിജിറ്റൽ വാച്ചിൽ നിന്ന് പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു ശബ്ദം വരുന്നു. സാധാരണ ഫ്രീക്വൻസി അല്ല. ആ ഫ്രീക്വൻസിയിലെ ശബ്ദം മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കും. റോഡിൽ ആൾക്കാർ വീണിട്ട് കൈയും കാലും ഒരു അപസ്മാരം പോലെ ഈ ശബ്ദം, എങ്ങനെയെങ്കിലും ഈ ശബ്ദം നിന്ന് കിട്ടിയാൽ മതി. ഇയാൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വന്ന ആളിൻ്റെ ചെവിയിലും ഈ ശബ്ദം വരും. ഇതെല്ലാം ഈ ഡിജിറ്റൽ വാച്ചിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഉണ്ടാക്കാം ഇതെല്ലാം ടെക്നോളജിക്കലി പോസിബിൾ. അത് കഴിയുമ്പോൾ നമ്മളുടെ ഓരോ കമ്മ്യൂണിക്കേഷൻ സംവിധാനമായിട്ട് തകരുന്നു. ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് കാറുകൾ, അത് ലക്ഷ്യം തെറ്റി ഓടുന്നു. ലക്ഷ്യം തെറ്റിയല്ല, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക്. അമൃത്സറിലെ കൻറ്റോൺമെൻറ്റിൻ്റെ നേർക്ക് ഒരുപാട് കാറുകൾ ഓടി അങ്ങ് കയറുന്നു. പിടിച്ചാൽ കിട്ടുന്നില്ല, നിയന്ത്രണമില്ല. ഇപ്പം നമ്മളുടെ കിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുള്ള കൊറിയൻ കാർ, ഈ കിയയുടെ പ്രത്യേകത ഇപ്പം തന്നെ ഉണ്ടത്. എനിക്ക് കിയ കാറില്ല, ഞാൻ വായിച്ചറിഞ്ഞതാണ്. കിയ ഏത് രാജ്യത്ത് വിറ്റാലും എവിടെയൊക്കെ ഓടിയാലും അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് അതിൻ്റെ ഒറിജിനൽ ഓണർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കമ്പനി ഇലക്ട്രിക് വെഹിക്കിളാണ് കിയ. നമ്മൾ ആദ്യമേ ശരി, നമ്മുടെ ലൊക്കേഷൻ അയാൾ അറിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൊക്കേഷൻ അയാൾ അറിഞ്ഞാൽ അയാൾക്കതൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാം. കിയ കാറുമായിട്ട് സിനിജി എവിടെ പോകുന്നു, ആ കാറിൻ്റെ നിയന്ത്രണം അയാൾക്ക് സോഫ്റ്റ്വെയറിലൂടെ കിട്ടും. അത് കിയയെ ഉദ്ദേശിച്ചല്ല ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ഇത് കൻറ്റോൺമെൻറ്റ് നോക്കും. കൻറ്റോൺമെൻറ്റിൽ നിന്ന് തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ അടിക്കാൻ പറ്റുന്നില്ല. കൻറ്റോൺമെൻറ്റ് പട്ടാളക്കാരുടെ കമ്പ്യൂട്ടർ ഡൗൺ ആയിരിക്കുന്നു. പിന്നെ പവർ സപ്ലൈ ഓഫാകുന്നു. ഇതെല്ലാം അമൃത്സറിൽ സംഭവിക്കുന്നു. ഡൽഹിയിൽ കൺട്രോൾ റൂം തുറക്കുന്നു, എല്ലാ സ്ഥലത്തും അറിയിപ്പൊക്കെ കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് പല സ്ഥലത്തേക്കുള്ള ട്രെയിനുകൾ നിന്നു പോകുന്നു, കറണ്ടില്ല. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിങ്ങനെ ഒരു ഉച്ചയോടുകൂടി ഭാരതത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെല്ലാം തന്നെ നിശ്ചലമല്ല, ഈ ഇറാറ്റിക് ആകുന്നു. മൂവ്മെൻറ്റ്സ് എല്ലാം എങ്ങോട്ടെങ്കിലുമൊക്കെ വണ്ടികൾ പോകുന്നു, ആരുടെയെങ്കിലുമൊക്കെ മൊബൈൽ പൊട്ടിത്തെറിക്കുന്നു, റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എന്തെന്നറിയാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. വാട്ട് വിൽ യു ഡു? ദിസ് ക്യാൻ ബി മെയ്ഡ് പോസിബിൾ ഇഫ് യു വെപ്പണൈസ് യുവർ ICT. നമുക്ക് സ്വന്തമായ ICT ഇല്ല. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ചിപ്പ് എല്ലാം ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ സ്വന്തമായിട്ട് നമുക്കില്ല. ഇതാണ് നരേന്ദ്രമോദി വർഷങ്ങളായിട്ട് ആത്മനിർഭർ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ബട്ട് അതിനും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സംഗതിയൊക്കെ വേണം. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. നമ്മളുടെ ബ്യൂറോക്രസി വലിയൊരു ബുദ്ധിമുട്ടാണ്. അവർ ഒരു കാര്യം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. സ്വന്തമായിട്ട് വാട്സാപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ്മാൻ ഇന്ത്യയിൽ. നമ്മളുടെ ബ്യൂറോക്രസി ആ മനുഷ്യനെ നിരുത്സാഹപ്പെടുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഇൻവെൻഷൻ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരും ശ്രദ്ധിക്കാറൊന്നുമില്ല. നരേന്ദ്രമോദി പ്രസംഗിക്കും, ഇത് അപ്രൂവലും സംഗതിയൊക്കെ കൊടുത്തിട്ട് ഇയാളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടത് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥ വൃന്ദവുമാണില്ല. അവർ ചെയ്യില്ല. കാരണം അവരുടെ മക്കളെ മൈക്രോസോഫ്റ്റ് അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്, അവരെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒറാക്കിൾ അവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഇവരെ സ്വാധീനിക്കും. ഇനി സ്വന്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞൊരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ ആ യോഗത്തിൽ അവസാനം പോയി നിൽക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൽ നിന്ന് വേറൊരു രാജ്യത്തിലാണ്. ചൈനയെ നമുക്ക് വേണ്ടാന്ന് നോക്കിയാൽ ശരി, അമേരിക്ക, ഇങ്ങനെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ DRDOയുടെ അച്ചീവ്മെൻറ്റ് ഞാൻ കുറച്ച് കാണുന്നില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ സ്വന്തമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു, പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത്. ഇപ്പോൾ നമ്മളുടെ GPS സാറ്റലൈറ്റ് നാവിക് 9 സാറ്റലൈറ്റ് ഉണ്ട്. അതിൽ 8 എണ്ണമാണ് ആകാശത്തുള്ളത്, ഒരെണ്ണമില്ല. ആ 8 എണ്ണത്തിൽ തന്നെ 5 എണ്ണം പ്രവർത്തിക്കുന്നില്ല. ബാക്കി 3 എണ്ണത്തിൽ എന്തോ ക്യാമറ ഫോൾട്ടോ സംഗതിയോ 2 എണ്ണത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ.
നമ്മളുടെ GPS ആണ് സ്വന്തം GPS. അപ്പോൾ അതേസമയം നമ്മൾ അമേരിക്കയുടെ GPS വഴി നമ്മളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഏതെങ്കിലും ഒരു ദിവസം അമേരിക്കൻ GPS-ന് നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റും, ഉറപ്പായിട്ട് വഴിതെറ്റിക്കാൻ പറ്റും. നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് നമുക്ക് ഏകദേശം ഡയറക്ഷനൊക്കെ അറിയാം. ഇവിടെ എറണാകുളത്തിന് തെക്കാണ് തിരുവനന്തപുരം എന്നറിയാം. അതുകൊണ്ട് GPS വടക്കാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെന്താ ഇത് GPS-ന് ഭ്രാന്ത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് GPS ഓഫ് ചെയ്തിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് പോകാൻ വഴി അറിയാം, അതിലേക്ക് പോകും. ബട്ട് നമ്മൾ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഞാനും സിനിജിയും കൂടെ പോയി എന്ന് വെച്ചു, നമുക്കറിയില്ല ബിലാസ്പൂറിന് കിഴക്കാണോ ദുർഗ് അതോ പടിഞ്ഞാറാണോ, നമുക്കറിയില്ല. GPS വഴിക്ക് നമ്മൾ പോകും. ഇറ്റ് ക്യാൻ മിസ്ലീഡ് യു ഈസിലി. ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ്. കാർഗിൽ അത് ചെയ്തു അവർ. നമ്മളുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അത് അമേരിക്ക തന്നതായിരുന്നു. ഇടയ്ക്ക് അവരത് ഓഫ് ചെയ്തു. അങ്ങനത്തെ മിസ്ചീഫൊക്കെ കാണിച്ചു. അവർ ടെസ്റ്റ് ചെയ്യായിരുന്നു അവർക്ക് അവിടെ ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്നത്. സോ ആത്മനിർഭർ ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് അത് വളരെ ദൂരെയാണ്. DRDOയ്ക്ക് നന്ദി, ഇത്രയും കാര്യം അവർ ചെയ്തെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഐ സല്യൂട്ട് ദം. എന്തായാലും ഇപ്പം ആകാശമാർഗമുള്ള ഈ ഡ്രോൺ ആക്രമണം, വ്യോമ ആക്രമണം, ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിൽ നമ്മൾ ഓക്കെ. ബാക്കിയുള്ളതിനകത്ത് ഓൾട്ടർനേറ്റീവ് സംവിധാനം നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.